Hello guys. Hello guys. Hello guys. ഇന്ന് നമ്മുടെ ഹാദികാക്ക നമ്മളെല്ലാവരെയും വിട്ട് മസ്കറ്റിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടി നമ്മളെല്ലാവരും എയർപോർട്ടിലേക്ക് പോവാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എയർപോർട്ടിലാണ് ഗൈസ്. നമ്മളിപ്പോൾ ഹാദികാക്ക് ഇന്ന് പോവാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് വന്നേക്കാണ് ഗൈസ്. ഇവരൊക്കെ ഇവിടെ ഇറങ്ങി ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ് ടെർമിനൽ 3 അവരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ കാറും കൊണ്ട് നേരെ ടെർമിനൽ 1 പോയി പാർക്ക് ചെയ്തു ഗൈസ്. നമ്മൾ ടെർമിനൽ 3 പോവാണ്. ടെർമിനൽ 1 അങ്ങനെ കുറേ നടന്നതിന് ശേഷം നമുക്കൊരു ലിഫ്റ്റൊക്കെ കിട്ടി. ലിഫ്റ്റ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്ന് അവരുടെ അടുത്ത് എത്തി. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഹാദികാടൊപ്പം ഫോട്ടോ എടുക്കലും യാത്ര പറയലും ഭയങ്കര സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ സിസ്റ്റർ ഫിദ ഇവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യണോണ്ട് അവൾ ഇവിടുന്ന് ഡയറക്റ്റ് വരാറുന്നു. അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്താത്തായും വന്നു. പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ എല്ലാവരും ഹാദികാക്ക് കരയുമെന്ന് ഞങ്ങളൊന്നും ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോയി തന്നെത്താനേ താരം വാനിൽ മായുന്നേ മണ്ണിൽ തീരാ കനവെല്ലാം മൂടുന്നേ താളം പോകെ നെഞ്ചിനുള്ളിൽ മൂകമാകും പതിയെ നീയില്ലാതെ നീഴൽ പോലും ഇരുൾ. പിന്നെ എന്ത് പറയുന്നു? ആദ്യം പോണ നിമിഷം പിന്നെ ഒന്നും പറയണ അങ്ങനത്തില്ല. ഹാദികാക്ക് പോയി ഗൈസ്. നമ്മളിവിടെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ എയർപോർട്ടിന് ബാക്കിലേക്ക് പോവും ഗൈസ്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ബാക്കിലേക്കാണ് ഗൈസ് പോകാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എന്ന് കാണാൻ പറ്റും. അത് നമ്മുടെ ഹാദികാക്ക് പോയ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എന്ന് കാണാൻ പറ്റും ഗൈസ്. നമുക്ക് എയർപോർട്ടിൻ്റെ ബാക്കിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ പിന്നെ ഫിദ തിരിച്ച് ജോലിക്ക് കയറാനും ഞാനും ഹാഷിയും കൂടി കാറ് പാർക്ക് ചെയ്തോടത്തുനിന്ന് എടുക്കാനും പോവാണ് ഗൈസ്. വീണ്ടും നമ്മൾ ടെർമിനൽ 3 ടെർമിനൽ 1 നമ്മൾ കുറേ നടന്ന് ഗൈസ് എത്തി. അങ്ങനെ അവിടുന്ന് കാറൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മേളിൽ പോയി അവരെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ ബാക്കിലേക്ക് പോകാനാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്കിൽ വന്നു ഗൈസ്. ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് ആണ്. അപ്പോൾ ഹാദികാക്കയുടെ ഫ്ലൈറ്റ് ഇപ്പോഴല്ല, 11:35 ഇപ്പോൾ സമയം 9:35 നമുക്ക് എല്ലാം തിന്നാം ഗൈസ്. വിശക്കണം. ഞാനും ഹാഷിയും ഫസ്റ്റ് തന്നെ ഒരു കാന്താരി മുട്ടയിൽ നിന്നാണ് തുടങ്ങിയത് ഗൈസ്. കാന്താരി മുട്ട നല്ല എരിവായിരുന്നു ഗൈസ്. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്. കാരണം ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ ഹാദികാക്ക പോയത്. തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോയി തന്നെത്താനേ താരം വാനിൽ സമയം 11:50.
അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞാൻ വന്നതായിരിക്കും ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.